ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. കൊല്ലം ഫിഷ് ലവർ ഓർണമെന്റ് ഫിഷ് ഫാമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നേക്കുന്ന വെച്ചാൽ നമ്മുടെ ക്രേ ഫിഷ് ഉണ്ടല്ലോ, നമ്മുടെ റെഡ്, വൈറ്റ്, ബ്ലൂ അങ്ങനെയുള്ള കുറെ വെറൈറ്റി ക്രേ ഫിഷ് ഉണ്ട്. അപ്പൊ അവരുടെ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളാണ്, അവരുടെ ബ്രീഡിംഗ് എങ്ങനെയാണ്, ഏതൊക്കെ ഫിഷസിനെ കൂടുതൽ എന്താണ് ഫീഡ് കൊടുക്കുന്നത്, അവരുടെ ടാങ്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ ഗൈസ്, ഫസ്റ്റ് കുറച്ച് വെറൈറ്റീസ് പരിചയപ്പെടുത്തി തരാം, അതുപോലെ മെയിൽ ഫീമെയിൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഇത് നമ്മുടെ ബ്ലൂ ക്രൈ ഫിഷ് ആണ്, നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ ക്രൈ ഫിഷ്. അതിന്റെ ഒരു ഫീമെയിലിനെയാണ് എടുത്തേക്കുന്നത്. ഇത് ഫീമെയിൽ ആണ് എന്നെങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ നേരെ തലതിരിച്ച് നോക്കുക. തലതിരിച്ച് നോക്കുന്നുണ്ട് ഒരു സ്പോട്ട് കാണാൻ. ആ സ്പോട്ട് ഉള്ളതാണ് ഫീമെയിൽ വരുന്നത്. അങ്ങനെ വളരെ എളുപ്പമായിട്ടുള്ള വരി നമുക്ക് മെയിൽസ് ഫീമെയിൽസ് ഐഡന്റിഫൈ ചെയ്യാനും ഏറ്റവും എളുപ്പമുള്ള വരി എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവരുടെ കൈയുടെ വലിപ്പം വെച്ച് നോക്കാം. പക്ഷേ ചിലതിന് മെയിലും ഫീമെയിലും സെയിം ആയിട്ടുള്ള കൈക്ക് വലിപ്പം വരുന്നതാണ്. നമുക്ക് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. എന്നാൽ ഇവൻ ഒരു മെയിലാണ്. കാരണം എൻ്റെ അടിയിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലെഗ് കാണാൻ പറ്റും. മറ്റേ ഫീമെയിലിന്റെ ആ സ്ഥലത്തെന്ന് വെച്ചാൽ ഒരു സ്പോട്ട് ആയിരിക്കും, ഇവർക്ക് ഒരു ലെഗ് കാണാൻ പറ്റും. അത് തന്നെയാണ് ഈ മെയിൽസ് ഫീമെയിൽസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ഇലക്ട്രിക് ബ്ലൂവിന്റെ ക്രൈ ഫിഷ് ആണ്. ഇവന്മാരെന്ന് വെച്ചാൽ വരുന്ന ഏജ് എന്ന് വെച്ചാൽ ഒരു സെമി അഡൽട്ട് സ്റ്റേജ് ആണ് ഇവന്മാർ. ഒരു 3 to 4 മന്തിന്റെ വയസ്സാണ് ഇവന്മാർക്കുള്ളത്. നമ്മുടെ ബ്രീഡിംഗ് പരുവമായവരാണ്. നമുക്ക് ഇവന്മാരെ കൊണ്ടുചെന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ബ്രീഡിംഗ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവരെ കോളനി ആയിട്ടോ അല്ലെങ്കിൽ അല്ല ബ്രീഡിംഗ് പെയേഴ്സ് ആയിട്ടോ നമുക്ക് ഇവന്മാരെ കീപ്പ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഡാർക്ക് ബ്ലഡ് റെഡ് കളർ വരുന്ന ക്രൈ ഫിഷ് ആണ്. ഇവന്മാർ 2 മെയിൽസ് ആണ്. ഒരു 4 മന്ത് ഏജ് പ്രായമുള്ള സെമി അഡൽട്ട് സൈസ് ആയിട്ടുള്ള നമ്മുടെ ബ്രീഡിംഗിന് റെഡി ആയിട്ടുള്ള മെയിൽസ് ആണ്. നോർമലി ക്രൈ ഫിഷിലെ വാങ്ങിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നതാണ്, ഇവന്മാരെ എടുക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ഇറുക്കത്തില്ലേ, ഇറക്കി കഴിഞ്ഞാൽ ചോര വരത്തില്ലേ, അങ്ങനെയൊക്കെ. നമ്മൾ ഇവന്മാരെ എടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വേണം അവരെ നമ്മൾ എടുക്കാൻ വേണ്ടി. അവന്മാർക്ക് തോന്നില്ല അവന്മാർ ഭയങ്കര അമ്മമാരെ ആരെങ്കിലും പിടിച്ചോണ്ട് പോവാണ് അല്ലെങ്കിൽ അവന്മാരുടെ ബോഡിക്ക് പെയിൻ വരുന്ന രീതി ഒരിക്കലും എടുക്കില്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വേണം അമ്മമാരെ എടുക്കാൻ. അവന്മാർക്ക് തോന്നണം അവന്മാർ ഇരിക്കുന്നത് ഭയങ്കര സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്, അവന്മാർ ഇവരെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു രീതിയിൽ വേണം അവന്മാരെ എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് നമ്മളോട് ഇണങ്ങുന്നവരാണ്. നമ്മൾ ഈ ഫീഡ് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളെ ഡെയിലി കണ്ടു കഴിയുമ്പോൾ അടുത്തൊരു ദിവസം നമ്മൾ ഫീഡ് കൊടുക്കാൻ വേണ്ടി ഇവന്മാർ 2 കൈയും പൊക്കി ഫീഡ് അങ്ങോട്ട് വെടുക്കുന്ന രീതിക്ക് തന്നെ അവർ ഇരിക്കുന്നത് കാണാം നമുക്ക്. ഇത് നമ്മുടെ വാലന്റൈൻ പിങ്ക് എന്ന് പറയുന്ന ക്രൈ ഫിഷ് ആണ്. ഈ 2 ഫീമെയിൽസ് ആണ്. ഇതൊരു 3 മന്ത് ആവുന്ന സ്റ്റേജാണ്. സെമി അഡൽട്ട് ആയിട്ടുള്ള അതിത്താരെയാണ് സൈസ്. ഇവന്മാർക്ക് ഈ സൈസാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ 2 ഫീമെയിൽസിനെ എടുത്ത് കാണിക്കുന്നുള്ളൂ. ഇതിപ്പോൾ ചെറിയ പ്രായമാണ്. സൈസ് ആവുന്നതനുസരിച്ച് ഇവന്മാരുടെ ബോഡിയിലുള്ള പിങ്ക് കളർ നല്ല രീതിയിൽ കയറി വരും. പിങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നോർമലി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഇതല്ല ഇവന്മാരുടെ കളർ. കുറച്ചുകൂടി ഏജ് ആകുമ്പോൾ നല്ല തിക്ക് ആയിട്ടുള്ള പിങ്ക് കളറായിട്ട് ഇവന്മാർ വരും. ഇത് 2 ഫീമെയിൽസ് ആണ്. ഈ ഫീമെയിൽസിന് ചെറിയ സൈസ് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന എളുപ്പം എന്ന് വെച്ചാൽ അവരുടെ കയ്യിലെ നീളത്തിന്റെ വലിപ്പമാണ്, ചെറുതായിരിക്കും. എന്നാൽ മെയിൽസിന്റെ ഇവന്മാരെ സംബന്ധിച്ച് നല്ല സൈസും കാണും. ഇത് നമ്മുടെ ഓറഞ്ച് ക്രൈ ഫിഷ് ആണ്. ആക്ച്വലി നോർമൽ ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ റെഡ് ക്രൈ ഫിഷിനെ ഓറഞ്ച് എന്ന് വിളിക്കാറുണ്ട്. ആക്ച്വലി നമ്മുടെ റെഡിന്റെ കളർ നല്ല ഡാർക്ക് റെഡ് തന്നെയാണ്. ഓറഞ്ച് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബ്രീഡ് ഉണ്ട്. ഇതാണ് ആ ഓറഞ്ച് ക്രൈ ഫിഷ് എന്ന് പറയുന്നത്. ഇവന്മാർക്ക് കുട്ടി പ്രായത്തിലെ ഇവന്മാർക്ക് നല്ല ഓറഞ്ച്, നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഓറഞ്ച് ഫ്രൂട്ടിന്റെ കളർ എങ്ങനെയാണോ ആ ഒരു കളറിലാണ് കയറി വരുന്നത്. ഇവന്മാർ സ്റ്റേബിൾ ആണ്. ഇത് ഇവന്മാരുടെ ആ ഒരു ഇറുക്കുന്ന സംഭവത്തിന് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് ഇവന്മാർ അഡൽട്ട് ആകുമ്പോഴത്തേക്ക് വരും. ഇതൊരു സെമി അഡൽട്ട് സ്റ്റേജ് ആണ്. ഒരു 3 to 4 മന്തിന്റെ ഇടയ്ക്കുള്ള സ്റ്റേജ് ആണ്. നമ്മുടെ ക്രൈ ഫിഷിന്റെ മാർക്കറ്റ് അറിയാലോ. നോർമലി ഒരു എക്സോട്ടിക് പെറ്റ്, നമ്മൾ സ്കോർപ്പിയോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരു എക്സോട്ടിക് പെറ്റായിട്ട് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷാണിത്. ഇവന്മാർ ഭയങ്കര അഗ്രഷൻ കാണിച്ച് ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ കൈ കയറി ഇറുക്കുകയോ അങ്ങനെയുള്ള ഒരു മോശമായ കാര്യങ്ങൾ ചെയ്യാത്ത നല്ല പെറ്റാണ് ഈ ക്രൈ ഫിഷ്. ഇത് നമ്മുടെ സ്നോ വൈറ്റ് അല്ലെങ്കിൽ ഫുൾ വൈറ്റ് എന്നൊക്കെ പറയുന്ന ക്രൈ ഫിഷ് ആണ്. ഇവന്മാരുടെ പ്രത്യേകത തന്നെ എടുത്ത് പറയാൻ ഈ കാണുന്നത് തന്നെ നമ്മുടെ വൈറ്റ് കളറാണ്. നല്ല വെള്ള എന്ന് പറയത്തില്ല, ഒരു വൈറ്റ് കളറാണ് ഇവന്മാർ വരുന്നത്. ഇതൊരു ഫീമെയിൽ ആണ്, അഡൽട്ട് ഫീമെയിൽ. അതൊരു സെമി അഡൽട്ട് ആയിട്ടില്ല. ഇത് ഒരു 2 മന്തിന്റെ സ്റ്റേജുള്ളൂ. ഒരു കുട്ടി സൈസായിരുന്നു. ഇവന്മാരാണ് ഷെല്ല് അരിച്ചിട്ടും കൂടി ഇരുന്നതാണ്. ഇത് നമ്മുടെ ഒരു ഫീമെയിൽ ആണ് വരുന്നത്. ഫീമെയിൽ എന്ന് വെച്ചാൽ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഫീമെയിൽ ആണ്. കാരണം ബ്രീഡിങ്ങിന്റെ ഒരു ടൈമായി ജസ്റ്റ് 1 മന്തിനുള്ളിൽ എഗ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഫീമെയിൽ ആണ് ഈ വൈറ്റിന്റെ. ഇത് നമ്മുടെ മാൽബ്രോ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ആ 2 കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ 2 മന്ത് ഏജ് ആവുള്ളൂ. ഈ 2 മന്തിന് വെച്ചാൽ ഇവന്മാർക്ക് വലിയ ഭംഗിയൊന്നും കാണില്ല. ഇതേപോലെ ഒരു ഗ്രേ കളറായിരിക്കും. എന്നാൽ അതൊരു 3 മന്ത് ആയി കഴിയുമ്പോൾ ഒടുക്കത്തെ ലുക്കായിരിക്കും. നമ്മുടെ ക്രേ ഫിഷ് വെറൈറ്റി ഏറ്റവും ഭംഗിയുള്ള ഐറ്റാണ് ഇത്. കാരണം ഇവന്മാർ ആ ഇറുക്കുന്ന സംഭവത്തിൽ വരെ സ്പോട്ടഡ് ആയിട്ടൊരു ഗോൾഡ് കളർ വരും. നല്ല ഡാർക്ക് റെഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബ്രൗണിഷ് റെഡ് ആണ് വരുന്നത്. ഇവന്മാർ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ബ്രൗൺ ഗോസ്, റെഡ് ഗോസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമ്മുടെ ക്രേ ഫിഷിന്റെ മാർക്കറ്റിൽ അന്ന് എന്നും നല്ല രീതിക്ക് മൂവ്മെന്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ മാൽബ്രോ. ഗൈസ്, നമ്മുടെ ബ്ലൂ ക്രൈ ഫിഷിനെ റെയറിംഗ് ഇട്ടേക്കുന്നത്. റെയറിംഗ് സൈസ് ആകാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഇതെല്ലാം 2 മാസത്തിന്റെ പ്രായമാണ്. ഇവർക്കെല്ലാം നമ്മൾ പൈപ്പ് ഫിഷ് മുറിച്ചിട്ട് കൊടുത്തേക്കാണ് ഹൈഡിങ്ങിന് വേണ്ടി. ഇവന്മാർ 2 മാസമായിട്ട് ആവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ സെയിൽ തുടങ്ങിയിട്ടുണ്ട്. ബ്ലൂ ക്രൈ ഫിഷാണ്. നമ്മുടെ ഫാമിൽ പെയറായിട്ട് തിരിച്ചിട്ടും ബ്രീഡിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോളനി ബേസിലും ബ്രീഡിങ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ കോളനി ബേസ് ബ്രീഡിംഗ് ചെയ്യുന്ന സെക്ഷൻ കാണിച്ചാൽ ഇത് നമ്മുടെ ക്രൈഫിഷിന്റെ ടാങ്കാണ്. കൂടെ സാന്റാ ക്ലോസ് എന്ന ഗപ്പീസ് കാണുന്നത്. നമ്മൾ ഗപ്പീസിന് ഈ വീഡിയോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, നമ്മൾ ക്രൈഫിഷോടെയാണ് കാണിക്കുന്നത്. ഇവിടെ ബ്രീഡിംഗ് നടക്കുന്നതാണ്. ഇമാരുടെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ പൈപ്പ് വേഷണം പീസ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്താണ് ഇവർ ഹൈഡ് ചെയ്തിരിക്കുന്നത്. ഇവരൊരു ഇപ്പോൾ എഗ് ലേ ചെയ്യുന്ന ടൈം ആയാലും ഇവർ ബോൾട്ട് ചെയ്യുന്ന വെച്ചാൽ ബോഡിയിൽ നിന്ന് ഷെല്ല് ഇളക്കി കളയുന്ന ടൈം ആയാലും അമ്മമാർക്ക് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു PVC പൈപ്പ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫിഷും ഓരോ PVC പൈപ്പ് സ്വന്തമാക്കി ഇങ്ങനെ അതിൻ്റെ ഒരു ടെറിട്ടറി ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മെയിൽസ് ആയാലും ഫീമെയിൽസ് ആയാലും അങ്ങനെ നമ്മൾ എണ്ണിയാണ് ഇതിനകത്ത് ഈ പൈപ്പ്. നമുക്ക് പൈപ്പ് തന്നെ ഇടണമെന്നില്ല, ഓടിൻ്റെ കഷ്ണമായാലോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ബ്രീഡിങ്ങിന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഒരുപാട് കുട്ടികളെ നമുക്ക് ഇതേപോലെ പ്രോസസ്സ് ചെയ്യാൻ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെയുള്ള വേറൊരു ടാങ്കാണ്. ഇതിനകത്ത് നമ്മൾ സെമി അഡൽട്ട് സൈസിലുള്ള ക്രൈഫിഷിൽ 3 മന്ത് തിരഞ്ഞെടുക്കുന്ന സൈസ് നോക്കി മെയിൽ ഫീമെയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടേക്കാണ്. ബ്രീഡിങ്ങും കൂടി ആവും. അതുപോലെ തന്നെ നമ്മുടെ സെയിലിന് വേണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഓൾറെഡി മേറ്റഡ് ആയിട്ടുള്ള ഫിഷിനെ കിട്ടുകയും ചെയ്യും. അതുപോലെ ഇത് വേറെ കോളനിയാണ്. ഇത് ബ്ലൂവിൻ്റെ ഒരു കോളനിയാണ്. ഇതിനകത്ത് കുറച്ചുകൂടി ചെറിയ സൈസ് 2 മന്ത് സ്റ്റേജിനുള്ള ഫിഷസിനെ നമ്മൾ ഇതിനകത്ത് കീപ്പ് ചെയ്തേക്കാണ്. ഇത് ബ്രീഡിംഗ് സൈസ് ഒന്നും ആയിട്ടില്ല. ഇനി അത് നോർമലി ഇതായിട്ട് PVC പൈപ്പ് കട്ട് ചെയ്ത് നമ്മൾ സൈസ് കൂടാൻ വേണ്ടി മോൾട്ട് ചെയ്യുന്ന സമയത്ത് കൂടെ ഉള്ളത് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതേ ഹൈഡിങ് സ്പേസൊക്കെ ഒരുക്കിയിട്ടേക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇമാറും കൂടെ തന്നെ നമ്മൾ ഷ്രിമ്പിനെയും കൂടി ഇട്ടിട്ടുണ്ട്. ഷ്രിംസിൻ്റെ സൈസ് നോക്കി കാണാം. നമുക്ക് നല്ല സൈസും ആയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ഷ്രിമ്പാണ്. നമ്മളിമാർക്ക് ഫുഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇമാർക്ക് നമുക്ക് വെജിറ്റബിൾ ആയിട്ടുള്ള എന്ത് ഫീഡും വേണമെങ്കിലും ഒരു ഹാഫ് ബോയിൽ ചെയ്ത് നമുക്ക് കൊടുക്കാം. അതുപോലെ ഗപ്പീസിനോ ഗോൾഡ് ഫിഷിനോ ഏത് ഫിഷിന് കൊടുക്കുന്ന ഫുഡ് നമുക്ക് ഇമാർക്ക് ഡയറക്റ്റ് കൊടുക്കാം. പക്ഷേ ഇമാർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ നീന്തി മേലോട്ട് വരാൻ ഇമാരെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഫുഡുകളെല്ലാം വെള്ളത്തിന് അടിയിൽ ചെല്ലുന്നത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നോർമലി ഇവർ നൈറ്റ് ടൈം ആയിരിക്കും ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ഈവനിങ് എന്ന് വെച്ചാൽ ആഫ്റ്റർ ഒരു 6 മണി 7 മണി കഴിഞ്ഞ് ഫീഡ് കൊടുക്കുകയാണെങ്കിൽ ഇവന്മാർ കൂടെ കിടക്കുന്ന ഫിഷസ് എടുക്കുന്നതിന് പകരം ഇവന്മാർക്ക് കറക്റ്റായിട്ട് ഫീഡ് കിട്ടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മൾ ഈ ക്രൈഫിഷിനെ കുറിച്ച് പറഞ്ഞിരുന്നാൽ തന്നെ അത് ഒരു വീഡിയോ കൊണ്ട് അവസാനിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേഷനും കാര്യങ്ങളും നമ്മൾ വരുന്ന വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതേപോലെ ഇതിൻ്റെ കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് കണ്ടുമുട്ടും.